ചെന്നൈ ഫാൻസ് ഈ സീസണിൽ കുറച്ച് വിഷമിക്കും. ഞാൻ രാവിലെ പ്രതീക്ഷിച്ച പോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് കംപ്ലീറ്റ്ലി എല്ലാ മേഖലയിലും ഡോമിനേറ്റ് ചെയ്തൊരു കിടിലം വിജയം. സഞ്ജു സാംസൺ കളിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. പക്ഷേ ഗംഭീര കളി രാജസ്ഥാൻ റോയൽസ്. പലരും രാജസ്ഥാൻ റോയൽസിൻ്റെ ടീം അത്ര പോരാന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ ടീമായിട്ട് ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടോടെ ബോളിംഗ് ഒക്കെ എന്തായിരുന്നു. ജോഫ്ര ആർച്ചറിൻ്റെ കാര്യം ഞാൻ രാവിലെ മെൻഷൻ ചെയ്തിരുന്നു. വന്ന സീസണിൽ തീപ്പന്തമായിരുന്ന ആൾ പിന്നൊന്നും മങ്ങി, പക്ഷേ ഇത്തവണ ഗംഭീര തുടക്കം. സപ്പോർട്ട് ചെയ്ത എല്ലാ ബോളേഴ്സും അടിപൊളിയായിട്ട് എറിഞ്ഞു. പിന്നെ രവീന്ദ്ര ജഡേജയുടെ ഫസ്റ്റ് ഔട്ടിങ്ങും ഗംഭീരമായിരുന്നു. തിരിച്ച് പറയാൻ ജാമിയോ ഓട്ടൻ്റെ ഇന്നിങ്സ് കൂടി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ചെന്നൈ അത്ര അധപ്പതിച്ചു പോയനെ ഇന്ന്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട സൂര്യവംശിയെ സപ്പോർട്ട് ചെയ്ത ജയ്സ്വലിൻ്റെ ഇന്നിങ്സ് എന്ത് ഈസി ആയിട്ടാണ് ഇവർ കളിച്ചല്ലേ. ഒരു ചെന്നൈ കളിച്ച ബാറ്റ് ചെയ്ത പിച്ചിലാണെന്നുള്ളൊരു തോന്നൽ പോലും ഇല്ലായിരുന്നു. അതുപോലെയാണ് കളിച്ചത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനോഹരമായ പെർഫോമൻസ്. രാജസ്ഥാൻ റോയൽസ് അങ്ങനെ വിജയിച്ച് തുടങ്ങിയേക്കുവാണ്. ചെന്നൈയുടെ കാര്യം ഈ സീസണിൽ കഴിഞ്ഞ സീസണിൽ 10ൽ പോയതാണ്. ഈ സീസണിൽ ഞാൻ ആക്ച്വലി തുടക്കത്തിൽ ഈ ചെന്നൈ RCB മുംബൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളി കാണാനൊരു വാശിയൊക്കെ വരുമല്ലോ. അത്രയ്ക്കുള്ള ടീമില്ല. ഇനിയിപ്പോൾ തല തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാജിക്ക് നടക്കുമെന്ന് പേഴ്സണലി എനിക്കൊരു തോന്നലില്ല. പക്ഷേ ബ്രൂവിസ് വന്നു കഴിഞ്ഞാൽ അവിടെ ബാറ്റിങ്ങിലൊരു ഡെപ്ത് ഉണ്ടാവും. കാർത്തിക് ശർമ്മ പുതിയ താരോദയം. കാർത്തിക് ശർമ്മയ്ക്ക് ഈ കളി കളിക്കാൻ പറ്റിയില്ല, പക്ഷേ അടുത്ത കളിയൊക്കെ ഗംഭീരമായിട്ട് കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ കളി തോറ്റു, നേരത്തെ കിടന്നുറങ്ങാം. ഇതുപോലെയുള്ള പെർഫോമൻസ് ഇനിയും ചെന്നൈയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മഞ്ഞപ്പട ഇച്ചിരി വിഷമിക്കും അല്ലേ.